എന്നുള്ള പുറപ്പാടാണ്ടോ? അത് വഴിയേ അറിഞ്ഞോളൂ. ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന മാർച്ചാണ്. എന്റെ അമ്മജി ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. തള്ളിയിട്ടങ്ങ് പോ. തള്ളണ്ടായി നിനക്കിപ്പോ തള്ളടാ. അത് നമ്മുടെ കമലാസനല്ലേ? ആലങ്കാരികമായി പറയുന്നതാണെങ്കിൽ ഇത് നിന്റെ അസുഖം മാറിയോ? എന്താ രാമേന്ദ്ര പ്രശ്നം? പോലീസ് അടിച്ചതാ, ഡിവൈഎഫ്ഐക്കാർ അടിച്ചതല്ല. എനിക്കൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾ അവരെ ഓടിച്ചോ? നിങ്ങളുടെ മുഖം നോക്കി തന്നെ അടിച്ചേ. നിങ്ങളുടെ മുഖം നോക്കി തന്നെ അടിച്ചേ. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അപ്പൊ ഇത് വന്ന് ചുമ്മാ കമ്പോളത്തിൽ നിൽക്കാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ സമൂഹത്തിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ? അത് ശരി. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. വഴിയെ പോകുന്ന ആർക്കും തല്ലാൻ പറ്റുന്ന ചെണ്ടയാണെന്നാണോ ഇവര് അമ്മായിയപ്പനും മരുമകനും പറഞ്ഞു വെക്കുന്നത്? യൂണിഫോമിനെ ബഹുമാനിക്കുന്നത് ഞങ്ങള്. ഈ സൈസ് വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്കുക, താൻ ഏതാ? യമാനെ വീട്ടിൽ പോയിട്ട് പോലീസ് മാനുവൽ ഒന്നുകൂടെ എടുത്ത് വായിക്കണം. കൊളയുടെ ലാത്തിയൊക്കെ പോലീസ് മാനുവലിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് കാലം കുറയായി. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. അതെടുത്ത് ഉപയോഗിക്കാനാ തീരുമാനമെങ്കിൽ പെൻഷൻ വാങ്ങില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാ പറയുന്നത്. ഇവ സാധാരണമാണ് ആളിലെ സമയം. അതുകൊണ്ട് ഇങ്ങോട്ടും മെക്കിട്ട് കയറാനായിട്ട് വന്നേക്കണം. ആള് ബഹുമിടുക്കനാ. ഈ നാട്യവും ഈ പ്രഹസനവും എല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് ഈ മുഖ്യമന്ത്രി മറന്നുപോയി. ഇവിടെ ഒരുപാട് വർഷം ജീവിച്ചവരല്ലേ ഞാനും നിങ്ങളും ഒക്കെ. ഇടതുപക്ഷ മുഖ്യമന്ത്രി ഇയാൾ മാത്രമല്ലല്ലോ, അവരുടെ കാലത്ത് പോലും ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ഏകാധിപത്യത്തിലേക്ക് സർക്കാർ പോയി. അതിപ്പോ പ്രത്യേകം പറയാനുണ്ടോ? ഇതിനെതിരെ ഇനിയും പ്രതിഷേധം തുടരും. ഞങ്ങൾ ഇങ്ങനൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇതുപോലൊരു സംഭവം? യഥാർത്ഥത്തിൽ മോഡി ഭരണവും പിണറായി ഭരണവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലാത്ത അവസ്ഥ. കേരളം ഒരു ഫാസിസ്റ്റ് ശൈലിയിലേക്ക് മാറിയിരിക്കുന്നു. നന്നായി. ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി പെരുമാറേണ്ടത്? ഞാനിതൊരിക്കലും പിണറായി വിജയനിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. ആരെ പൊട്ടനാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്? എന്താണ് അദ്ദേഹം പറയുന്നത്? ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടില്ല. അയക്കെന്തര ഭ്രാന്താണ്. ഇതൊരു നാടകമാണ്. കാരണം നവകേരള സദസ് ജനവിരുദ്ധമായി. അപ്പൊ അതുകൊണ്ട് CPM-കാരന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ക്ലാസ്സിൽ തൽക്കാലം ഇരിക്കാൻ ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നില്ല. അത് നന്നായി. ഒരു കോളേജ് പ്രിൻസിപ്പലിനെ പറ്റി പറഞ്ഞത് കഥ കടച്ചിട്ട് മറ്റേ പണിയാണെന്നാ. സമരം ചെയ്ത ആളെ പറ്റി പറഞ്ഞത് കുറ്റിക്കാട്ടിൽ മറ്റേ പണിയാണെന്നാ. അപ്പൊ അതുകൊണ്ട് CPM-കാരന്റെ ഇനി ഇവിടെ നിന്ന് ഇതിലും വലുത് കേൾക്കേണ്ടി വരും. ഒരു മര്യാദ വേണ്ടേ?